ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമെന്ന് പറയുമ്പം ചോറും മീൻകറിയും ക്യാരറ്റ് തോരനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മാങ്ങ അച്ചാറും പപ്പടവും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം മീൻ ഇന്ന് വാങ്ങിയില്ല. ഇന്നലെ ആദ്യം സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴി കാക്കയുടെ കയ്യിൽ നിന്ന് 100 രൂപയ്ക്ക് ചൂരമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ മീനൊക്കെ കിട്ടാൻ വലിയ പാടായി. പിന്നെ ക്യാരറ്റ് തോരന് വയ്ക്കാമെന്ന് വെച്ചാൽ ചോപ്പറിൽ ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇതിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരേ സമയം ഞാൻ മീൻകറിയും ക്യാരറ്റ് തോരനും വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻകറി എല്ലാം സെറ്റാക്കി അടുപ്പിൽ വെച്ച് കൊടുത്താൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ടല്ലോ. പിന്നെ ക്യാരറ്റ് തോരന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അരപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ പച്ചമുളക് അരച്ചാണ് വെക്കുന്നത്. ചിലർ മുളക് പൊടി ഇടാറുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളും പച്ചമുളക് അരയ്ക്കുന്നതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞു. അടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയത് ഈ അടുക്കി പറക്കി വെക്കലാണ് ഏറ്റവും വലിയ പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒത്തിരി പാത്രം വരും. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി സ്ലാബെല്ലാം വൃത്തിയാക്കിയിട്ട് അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ കറികളൊക്കെ വിളമ്പിയിട്ട് മഴയത്ത്